ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് ടെർമിനോളജീസ് എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ ഡാറ്റ, അതേപോലെ പാരാമെട്രിക് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ കുറേ പുതിയ പുതിയ ടേമുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ പുതിയ ടേമുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതെല്ലാം ബേസിക് പ്രിലിമിനറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കുറച്ച് ടെർമിനോളജീസ് ആണ്. അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ പ്രോപ്പർ സിലബസിലേക്ക് കിടക്കുകയാണ്. സിലബസ് എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോനെ സംബന്ധിക്കുന്ന നോട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണ് അത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സേവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പഠിക്കേണ്ട പർപ്പസിന്, ടെക്സ്റ്റിലത്തെ അതേപോലെ തന്നെ എഴുതിയിട്ടുള്ള നോട്ടാണ്, പഠിക്കേണ്ട പർപ്പസിന് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇതൊന്ന് കാണുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, ഉപകാരപ്പെടും എങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോൻ്റെ നോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡ്രൈവിലേക്ക് പോകാനുള്ള ലിങ്കാണ് അത്, അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് കുറച്ച് എന്താ പറയുക, നമ്മുടെ സിലബസുമായിട്ട് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ബേസിക്കലി ഇത് 2014 സിലബസ്, 2016 സിലബസിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ഷോം സീരീസിൻ്റെ ബുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അല്ലാതെയും ഞാൻ മുന്നത്തെ സിലബസ് പ്രകാരം കുറച്ച് വീഡിയോസ് ഇതേ ടോപ്പിക്കുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത്. അവിടെ സിലബസ് ബുക്ക് മാത്രം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാര്യങ്ങളൊക്കെ അതിൽ ഇതേ ഓർഡറിൽ തന്നെ, ഓൾമോസ്റ്റ് ഇതേ ഓർഡറിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് 2019 സിലബസ് പ്രകാരമുള്ള എക്സ്പ്ലനേഷൻസും ഡെഫിനിഷൻസും ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയാൻ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും വളരെ വലിയ ലാർജ് ഡാറ്റ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഈ ഡാറ്റയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഡാറ്റയും പ്രത്യേകം എടുത്ത് നമുക്ക് പഠിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഒരുപാട് വലിയ കളക്ഷൻ ഓഫ് ഡാറ്റയെക്കുറിച്ച് പഠിക്കേണ്ടി വരുമ്പോഴൊക്കെ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാനും പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിലത്തെ ഒരു മെത്തേഡാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. എ ടേബിൾ ദാറ്റ് ഷോസ് ക്ലാസസ് ഓർ ഇൻ്റർവെൽസ് ഓഫ് ഡാറ്റ or data entries with a count of the number of entries in each class. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാം. Frequency distribution is a table that shows classes or intervals of data entries with a count of the number of entries in each class. Number of entries in each class is called frequency of that particular class. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. ഒരുപാട് ഡാറ്റയെ നമ്മൾ ഇൻ്റർവെലുകളായിട്ടും ക്ലാസ്സുകളായിട്ടും തിരിച്ച് ഒരു ടേബിളിൻ്റെ രൂപത്തിൽ, ഇവിടെ കാണുന്നില്ല, ഒരു ടേബിളിൻ്റെ രൂപത്തിൽ എഴുതുന്ന ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ബ്രോഡായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലും എൻട്രീസിൻ്റെ എണ്ണം, അതിനെയാണ് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വരുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ശേഷം വരുന്ന കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. അത് ടെക്നിക്കൽ ഡെഫിനേഷൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള 2-3 ഡെഫിനേഷൻസ് ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ് ലിമിറ്റ്, ലോവസ്റ്റ് നമ്പർ ബിലോങ്ങിങ് ടു ദ പർട്ടിക്കുലർ ക്ലാസ്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ തൽക്കാലം അതിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് എ ലോവസ്റ്റ് നമ്പർ ബിലോങ്ങിങ് ടു ദ ക്ലാസ്. ഒരു ഇൻ്റർവെല്ലിൽ, ഒരു ക്ലാസ്സിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പറിനെയാണ് ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ലോവർ ക്ലാസ് ലിമിറ്റ് ലോവസ്റ്റ് എൻട്രി തന്നെയാണ്, ലോവസ്റ്റ് എന്താ പറയുക സംഖ്യ തന്നെയായിരിക്കും. ആ ക്ലാസ്സിലെ ലോവസ്റ്റ് സംഖ്യ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പർ ക്ലാസ് ലിമിറ്റ്, ഗ്രേറ്റസ്റ്റ് നമ്പർ ബിലോങ്ങിങ് ടു ദ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ സംഖ്യ, അതിനെയാണ് നമ്മൾ അപ്പർ
ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. വെറുതെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എക്സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നൗ ക്ലാസ് വിഡ്ത്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ക്ലാസസ്. അടുത്തടുത്ത് കിടന്ന ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റുകളുടെ ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന സംഖ്യ, അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്ന സംഖ്യ. ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളുടെ ലോവർ ക്ലാസ് ലിമിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ക്ലാസസ്, അതിനെയാണ് ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് എ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഡാറ്റ എൻട്രീസ്. അപ്പോൾ ഹോൾ ടേബിളിൽ മാക്സിമം വരുന്ന വാല്യൂയും മിനിമം വരുന്ന വാല്യൂയും തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ളത്. എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ടേബിൾ കൊണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഇപ്പോൾ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ക്ലാസ് വിഡ്ത്ത്, അതേപോലെ റേഞ്ച്, ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ദ ബിലോ ടേബിൾ ഇല്ലസ്ട്രേറ്റ്സ് ദീസ് ഡെഫിനേഷൻസ്. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഡെഫിനേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്ന സംഭവം ഈ കാണുന്നതാണ്. 1 to 5, ഇതാണ് 1 മുതൽ 5 വരെയുള്ള ഫസ്റ്റ് ക്ലാസ്. ഇതെല്ലാം ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന സംഖ്യകളുടെ എൻട്രീസിൻ്റെ എണ്ണമാണ് ഈ കാണുന്നത്. 1 to 5 വരെയുള്ള എത്ര എൻട്രീസ് ഉണ്ട്? 5 എൻട്രീസ് ആണുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ലോവർ ലിമിറ്റുകൾ എന്താണെന്ന് നോക്കാം. ലോവർ ലിമിറ്റ് ഡെഫിനിഷൻ നോക്കൂ. ലോവസ്റ്റ് നമ്പർ ബിലോങ്ങിങ് ടു ദ ക്ലാസ്. ഓരോ ക്ലാസ്സിലും വരുന്നതിലത്തെ ഏറ്റവും ലോവസ്റ്റ് നമ്പറാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 1, 5 എന്ന് പറയുന്ന ക്ലാസ്സിലെ ലോവസ്റ്റ് നമ്പർ എന്താ? 1 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് ഈസ് 1. രണ്ടാമത്തെ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് അടിയിൽ കിടക്കുന്ന സംഭവം 6 ആണ്. അപ്പോൾ അവിടെ ലോവർ ലിമിറ്റ് 6. അപ്പോൾ ലോവർ ലിമിറ്റ്സ് ആർ 1, 6, 11, 16, 21, 26. 1, 6, 11, 16, 21, 26 അടിയിൽ കിടക്കുന്ന ഓരോ ക്ലാസ്സിൻ്റെയും ലോവസ്റ്റ് വാല്യൂ, അടിയിൽ കിടക്കുന്ന വാല്യൂ. ഇതേപോലെ അപ്പർ ലിമിറ്റ് എന്താണ്? ഓരോ ക്ലാസ്സിൻ്റെയും മുകളിൽ കിടക്കുന്ന ഹയസ്റ്റ് വാല്യൂവിനെയാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ 5 ആണ്. നോക്കൂ, അപ്പർ ക്ലാസ് ലിമിറ്റ് ഇസ് 5. രണ്ടാമത്തെ ക്ലാസ്സിലെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 6 to 10, അതിൽ 10 ആണ് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ അപ്പർ ക്ലാസ് ലിമിറ്റ് 10. അതേപോലെ 15, 20, 25, 30. അപ്പോൾ ഇതാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ്സ്, അപ്പർ ലിമിറ്റ് എന്നോ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്നോ ഒക്കെ പറയാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഇനി ക്ലാസ് വിഡ്ത്തിന്റെ ഡെഫിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ക്ലാസസ്. ഏതെങ്കിലും അടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളിലെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് പറയുന്നത്? നമ്മുടെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഏതെങ്കിലും അടുത്തടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് നോക്കൂ, നമുക്ക് അടുത്തടുത്ത് കിടക്കുന്ന ക്ലാസ് 1, 5, 6, 10. 1, 5 and 6, 10 ഇതിൻ്റെ രണ്ടിനെയും ലോവർ ക്ലാസ് ലിമിറ്റുകൾ എന്താണ്? 1ഉം 6ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ വരുന്നത്? 6 - 1 = 5. അപ്പോൾ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 - 1 അല്ലെങ്കിൽ 11 - 6 അല്ലെങ്കിൽ 16 - 11 എല്ലാം സെയിം തന്നെയായിരിക്കും. 6 - 1 that is 5. അപ്പോൾ ജനറലി ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് ക്ലാസസ്. അപ്പോൾ ഇവിടെ 6 - 1 = 5. ഒന്നെടുത്താൽ ബാക്കിയുള്ളെല്ലാം സെയിം ആയിരിക്കും. എല്ലാ ക്ലാസ്സിനെയും വിഡ്ത്ത് സെയിം ആയിരിക്കും സാധാരണ ഒരു ഫ്രീക്വൻസി ടേബിളിൽ. അപ്പോൾ 5 ആണ് അവിടെ ക്ലാസ് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. ഇനി പറയുന്ന ഡെഫിനിഷനാണ് ചെറിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഡാറ്റ എൻട്രീസ് ഇൻ ദ ഫ്രീക്വൻസി ടേബിൾ. മാക്സിമം വാല്യൂയും മിനിമം ഫ്രീക്വൻസി ടേബിളിലുള്ള മാക്സിമം വാല്യൂയും മിനിമം വാല്യൂ നമ്മൾ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഡെഫിനിഷൻ പ്രകാരം റേഞ്ച് എന്തായിരിക്കും വരിക? മാക്സിമം വാല്യൂ 30 ആണ്. 30 മൈനസ് ലോവസ്റ്റ് വാല്യൂ, മിനിമം വാല്യൂ 1 ആണ്. 30 - 1 = 20. ഇതാണ് ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ റേഞ്ച് എന്ന് പറയുന്ന സാധനം. പക്ഷേ ടെക്സ്റ്റിൽ കിടക്കുന്നത് 29 - 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതേ ടെക്സ്റ്റിലത്തെ ആൾക്കാർ തന്നെ വേറൊരു എക്സാമ്പിളിൽ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടും വ്യത്യാസം മനസ്സിലായോ? ശരിക്കും 30 - 1 ആണ് റേഞ്ച് വരിക. പക്ഷേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 29 - 1 ആണ്. 29 - 1 that is 28. അപ്പോൾ 30 - 1 ഒന്നിൻ്റെ വ്യത്യാസമുണ്ട്. അതെന്താണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ രണ്ടും പറഞ്ഞു തരുന്നു എന്ന് മാത്രം. രണ്ടും ശരിയായിരിക്കും. ഒരു എക്സാമ്പിളിൽ അവർ ടെക്സ്റ്റിൻ്റെ ഓതേഴ്സ് ഇതേ നമ്മൾ ചെയ്ത പോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ അവരിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 29 - 1 ആണ് ചെയ്തത്. മറ്റേ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിൽ നോക്കുമ്പോൾ 30 - 1 നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 29 - 1. അപ്പോൾ രണ്ടും എഴുതിയാൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നുള്ളത് ഇത് കാണുന്നവർ അധ്യാപകരോടൊന്ന് ചോദിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലത്തിന്
ഈ ഡെഫിനിഷൻ പോലെ തന്നെ പോവുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഡാറ്റ എൻട്രീസ്, അതായത് 30 - 1 ഡാറ്റ. ഇതിലത്തെ ഡാറ്റ മാക്സിമം ഡാറ്റ 30 ആണ്, മിനിമം ഡാറ്റ 1 ആണ്. അപ്പോൾ 30 - 1 ദാറ്റ് ഈസ് 29, വിച്ച് വിൽ ബി ദ റേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഡെഫിനിഷൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ലോവർ ക്ലാസ് ലിമിറ്റ്, അപ്പർ ക്ലാസ് ലിമിറ്റ്, പിന്നെ ക്ലാസ് വിഡ്ത്ത്, റേഞ്ച്. ഇനി അടുത്ത് വരുന്നൊരു ടേം ക്ലാസ് ബൗണ്ടറി എന്താണ് എന്നുള്ളതാണ്. ക്ലാസ് ബൗണ്ടറി നമ്പേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് ക്ലാസസ് വിത്തൗട്ട് ഫോമിങ് ഗ്യാപ്സ്. അത് നമ്മൾ ഹിസ്റ്റോഗ്രാമും ഒക്കെ ഗ്രാഫൊക്കെ പറയുന്ന സമയത്ത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത്. എന്താണെന്നുള്ള അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്പേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് ക്ലാസസ് വിത്തൗട്ട് ഫോമിങ് ഗ്യാപ്സ്, രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാത്ത രീതിയിൽ ഉള്ള നമ്പറുകളെയാണ് നമ്മൾ ബൗണ്ടറി ലിമിറ്റ് അല്ലെങ്കിൽ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 5, 6, 10 ഈ രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ 6ൻ്റെയും 5ൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. 5 and 6 ഒന്നിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ക്ലാസ് ബൗണ്ടറി, അപ്പർ ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ക്ലാസ് ലിമിറ്റ് അല്ല കേട്ടോ, അപ്പർ ക്ലാസ് ബൗണ്ടറിയാണ്. അപ്പർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 5.5 ആണ്. 5.5 ഒരു 0.5 ചേർത്ത് വയ്ക്കുക. കാരണം 1ഉം 5ഉം 6 തമ്മിൽ ഡിഫറൻസ് 1 ഉണ്ട്. അപ്പോൾ നടുക്കിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസ് ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 5 അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 1 എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പിന്നിലത്തെ 0.5ലാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0.5 മുതൽ 5.5 വരെ 5 തന്നെയാണ് ക്ലാസ് എടുത്ത് വരുന്നത്. 0.5 മുതൽ 5.5, അപ്പം 0.5, 5.5. പിന്നെ അടുത്ത് വരുന്നത് 10.5, 10ൻ്റെ തൊട്ടപ്പുറത്ത് 10.5, 5ൻ്റെ തൊട്ടിപ്പുറത്തും 6ൻ്റെ തൊട്ടിപ്പുറത്തുമായിട്ട്, അതായത് 5ന് 6ൻ്റെ നടുക്കിലൊരു വര പറഞ്ഞ പോലെ നമ്മൾ നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് 5 ആൻഡ് ദിസ് ഈസ് 6. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയുമ്പോൾ എടുക്കുക. മുന്നത്തെ ക്ലാസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്യാപ്പ് ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്പറുകളെയാണ് ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അത് പ്രോബ്ലത്തിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എനിവേ ദാറ്റ് ഈസ് എ ഡെഫിനേഷൻ വിച്ച് മേ ബി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ പ്രോബ്ലംസ്. അപ്പോൾ നമ്പേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് ക്ലാസസ് വിത്തൗട്ട് ഫോമിങ് ഗ്യാപ്സ്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റിജർ ക്ലാസ്സുകളൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ സാധാരണ 0.5ൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷൻ കൂടിയായി. ഇപ്പോൾ ഒരുപാട് 3-4 ഡെഫിനേഷൻസ് ആയി. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ക്ലാസ് ബൗണ്ടറി എന്താണ് എന്നുള്ളതാണ്. നൗ അടുത്തും 2-3 ഡെഫിനിഷൻസ് തന്നെയാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴേ അത് എന്താണെന്നുള്ള സിഗ്നിഫിക്കൻസ് മനസ്സിലാവുകയുള്ളൂ. മിഡ് പോയിന്റ് ഓഫ് എ ക്ലാസ്. മിഡ് പോയിന്റ്, ഞാൻ മിഡ് പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു ക്ലാസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഒരു ക്ലാസിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഇതാണ് ഒരു ക്ലാസ്, അതിന് മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, ഈ 1, 5 എന്നുള്ളതിൻ്റെ ലെങ്ത് എന്താണെന്ന് നോക്കി. 1 + 5 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 3. ഇതിൻ്റെ മിഡ് പോയിന്റ് 3 ആണ് വരിക. 1 + 5 ലോവർ ക്ലാസ് പ്ലസ് അപ്പർ ക്ലാസ് ബൈ 2, അതായത് 1 + 5 ഡിവൈഡഡ് ബൈ 2. പിന്നെ 6 + 10 ഡിവൈഡഡ് ബൈ 2 8. 16/2 ദാറ്റ് ഈസ് 8. അപ്പോൾ അതാണ് മിഡ് പോയിന്റ്. ഒരു ക്ലാസിൻ്റെ ഒരു ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. എക്സാമ്പിൾ ഇത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ക്ലാരിറ്റി കിട്ടും. Now relative frequency എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഫ്രീക്വൻസി, പെർസെൻറ്റേജ് ഓഫ് ഡാറ്റ ദാറ്റ് ഫാൾസ് ഇൻ ദ ക്ലാസ്. ഒരു ക്ലാസ്സിൽ എത്ര ശതമാനം ഡാറ്റകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. അതിന് ഫോർമുലയുണ്ട്. റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് പറഞ്ഞാൽ മൊത്തം എത്ര എൻട്രീസ് ഉണ്ട്, ഇവിടെ മൊത്തം എത്ര എൻട്രീസ് ആണുള്ളത് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ അറിയാം. മൊത്തം എത്ര എൻട്രീസ് ഉണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്ലാസ്സിലത്തെ എൻട്രികളുടെ എണ്ണമാണ്. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്, F/N. എഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫ്രീക്വൻസിയാണ്, ഇവിടെ 5 എന്ന് പറഞ്ഞ പോലെ ക്ലാസ് ഫ്രീക്വൻസി F ഡിവൈഡഡ് ബൈ. ശരിക്കും പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു *100 കൂടെ ചില ബുക്കുകളിൽ കാണാറുണ്ട്. നിങ്ങളുടെ ബുക്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ പറഞ്ഞ സിലബസിൽ അതാണ് മറ്റ് ബുക്കുകൾ മുന്നേ പഠിച്ചിട്ടുള്ള സിലബസ്, മുന്നത്തെ സിലബസ് നമ്മൾ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ബുക്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ സാമ്പിൾ സൈസ് ആണ്, F/N ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഡാറ്റ ദാറ്റ് ഫാൾസ് ഇൻ ദ ക്ലാസ്. പെർസെൻറ്റേജ് വേണമെങ്കിൽ *100 ചെയ്യണം. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റിലത്തെ പോലെ പറയാം. റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ സാമ്പിൾ സൈസ്, അതായത് F/N. *100 ഉണ്ട്, തൽക്കാലത്തിന് വേണ്ട, F/N എന്നുള്ളതാണ്. ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സാമ്പിൾ സൈസ്, അതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. നൗ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? Cumulative frequency, sum of frequency of that class and all previous classes. ആ ക്ലാസ്സിലെയും അതുവരെ ഉണ്ടായിരുന്ന മുന്നത്തെ ക്ലാസ്സുകൾ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസികൾ കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് ആ ഒരു സംഭവത്തിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
എന്താണെന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടേംസ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ലോവർ ക്ലാസ് ലിമിറ്റ്, അപ്പർ ക്ലാസ് ലിമിറ്റ്, ക്ലാസ് വിഡ്ത്ത്, റേഞ്ച്, ക്ലാസ് ബൗണ്ടറി, മിഡ് പോയിന്റ്, റിലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതെല്ലാം നോട്ടിലുണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഒരു പക്ഷേ PDF വെർഷനാണ്, അത് ഡൗൺലോഡായി വരുന്നതാണ്. നമുക്ക് ഇതെല്ലാം ഈ ഒറ്റ 2 പ്രോബ്ലങ്ങൾ, 1-2 പ്രോബ്ലത്തിൽ നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. The below table illustrates all the studied terminologies. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ ഒറ്റ ടേബിളിൽ നിന്ന്, ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ ഈ 2 എക്സാമ്പിളുകളിൽ നിന്ന്, ഇതിലെല്ലാം ഉണ്ട്, എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളായിട്ട് വരുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ 20 to 30, 31 to 41. ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ സാധനം ഇതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അടുത്ത ടേബിളാണ്, അടുത്ത കോളമാണ് സം ഓഫ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ് ആൻഡ് ആൾ പ്രീവിയസ് ക്ലാസ്സസ്. ആ ക്ലാസ്സിലെയും അതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിലെയും ഫ്രീക്വൻസികളുടെ സം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എടുത്തു 19 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിന് മുന്നേ ക്ലാസ്സുകളൊന്നുമില്ല, അപ്പോൾ 19 തന്നെയാണ് അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. രണ്ടാമത്തെ ക്ലാസ് എടുത്തു 31 to 41. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 43 ആണ്. 43. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരിക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതും ഈ സം ഓഫ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ് ആൻഡ് ആൾ പ്രീവിയസ് ക്ലാസ്സസ്. അപ്പോൾ 43 ദാറ്റ് ക്ലാസ് ആൻഡ് ആൾ പ്രീവിയസ് ക്ലാസ്സസ് 19. 43 + 19 ദാറ്റ് ഈസ് 62. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 62 ആണ്. 43 + 19. ഇനി 42 to 52 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ശരിക്കുള്ള ഫ്രീക്വൻസി 68 ആണ്. ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ വരിക? 68 പ്ലസ് തൊട്ട് മുന്നത്തെയുള്ള ക്ലാസ്സുകളിലെ ഫ്രീക്വൻസികളുടെ സം. 68 + 62 + 9, 68 + 62 + 19, 68 + 62 + 19 വരില്ല, സോറി, 68 + 43 + 19. ഇത് ക്യുമുലേറ്റീവ് ആണ്, തെറ്റിപ്പോയതാണ്. 68 + 43 + 19 ദാറ്റ് ഈസ് 130. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 19 ആണ്. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് + 43, 19 + 43 ദാറ്റ് ഈസ് 62. മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആദ്യത്തെ 2 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി + 68 ആണ്. അപ്പോൾ 19 + 43 + 68 ദാറ്റ് ഈസ് 130. അല്ലെങ്കിൽ ഈ 62ൻ്റെ കൂടെ ഇതങ്ങ് ആഡ് ചെയ്താൽ മതി. രണ്ടും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇത് 3 ആഡ് ചെയ്തിട്ട് കൂടെ എഴുതാം. അല്ലെങ്കിൽ ഈ കിട്ടിയ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കൂടെ ഇതങ്ങ് ആഡ് ചെയ്താൽ മതി. രണ്ടാണെങ്കിലും ശരിയാണ്. അപ്പോൾ 42 to 52ൻ്റെ 130 ആണ്. 53 to 63യുടെ എന്താ വരുന്നത്? ഒന്നുമില്ലെങ്കിൽ ഇതിന് മുന്നത്തെ ഇതുവരെയുള്ളതെല്ലാം ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതല്ലെങ്കിൽ 130 + 69, 130 + 69 is 199. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം അങ്ങനെ ചെയ്യുക. എന്താണെങ്കിലും ഈ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി പ്ലസ് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ഫ്രീക്വൻസികളുടെ സം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 69 എന്ന് പറയുന്ന ഈ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയുടെ കൂടെ 130 കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 69 എന്നുള്ളതിൻ്റെ കൂടെ 68 + 43 + 19 രണ്ടും സെയിം തന്നെയാണ്, 199. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 64 to 74ൻ്റെ എന്താ വരിക? 74 പ്ലസ് ഇതിന് മുന്നേ ഉള്ള 4 കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് 273. അല്ലെങ്കിൽ 199 + 74. ഇനി ഈ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ വരിക? 68. അപ്പോൾ 273 വരെ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. 273 68 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 341. ഈ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 341ലാണ്. അതിൻ്റെ കൂടെ 24 കൂടെ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ 24ൻ്റെ കൂടെ ഈ കാണുന്ന ഫ്രീക്വൻസീസ് എല്ലാം ആഡ് ചെയ്തിട്ട് എഴുതുന്നതാണ് 365. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ തന്നെ എന്തായിരിക്കും? ഫ്രീക്വൻസി തന്നെയായിരിക്കും. അവസാനത്തെ ക്ലാസ്സിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടോട്ടൽ എൻട്രീസിൻ്റെ എണ്ണവും ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അടുത്ത റിലേറ്റീവ് ഫ്രീക്വൻസിയാണ്. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല നോക്കൂ. ക്ലാസ് ഫ്രീക്വൻസി F/n ആണ്. ക്ലാസ് ഫ്രീക്വൻസി F/n. ഇവിടെ n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്? ഹിയർ n = നമ്മൾ കിട്ടിയിട്ടുണ്ട്, n = 365 ആണ്. n = 365. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ തന്നെ അറിയാം. n = 360. ഈ ഡാറ്റ ഈ കണ്ടിട്ടുള്ള ഈ എൻട്രീസ് ഫ്രീക്വൻസികളുടെയൊക്കെ സമ്മാണ് 365. n = 365. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F/n, അതായത് 19/365. 19/365 ദാറ്റ് ഈസ് 0.05. ശരിക്കും 0.05 × 100 5% എന്നും പറയാം. 0.05 × 100 5%. അടുത്ത ക്ലാസ്സിൻ്റെ എന്താ വരുന്നത്? F/n ആണ്. അപ്പോൾ ഇവിടെ F ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല എടുക്കേണ്ടത്, സാധാരണ ഫ്രീക്വൻസിയാണ്. 43/365 ദാറ്റ് ഈസ് 0.12 അല്ലെങ്കിൽ 12%.
ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? ക്യുമുലേറ്റീവ് അല്ല, നമ്മുടെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? 68 ഡിവൈഡഡ് ബൈ 365, ദാറ്റ് ഈസ് 0.19 അല്ലെങ്കിൽ 19%. അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. റിലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഇനി എന്നത് വളരെ എളുപ്പമാണ്. ഓരോ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുമാണ്. ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 30. ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 31, അപ്പർ ലിമിറ്റ് 41. 31, 41. പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിൻ്റെ 42, 52 ആണ്. 42 ലോവർ ലിമിറ്റ് ഇസ് 42 ആൻഡ് അപ്പർ ലിമിറ്റ് ഇസ് 42 ആൻഡ് അപ്പർ ലിമിറ്റ് ഇസ് 52. ലോവർ ലിമിറ്റ് 42, അപ്പർ ലിമിറ്റ് 52. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നൗ മിഡ് പോയിന്റ് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നോക്കാം. ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കൂ, ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്, അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. 20 + 30 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 25. 20 + 30 divided by 2, അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 20. 50 by 2, ദാറ്റ് ഈസ് 25. പിന്നെ 25 ഇതേപോലെ ഓരോന്നും കണ്ടുപിടിക്കാവുന്നതാണ്. 31 + 41 ഡിവൈഡഡ് ബൈ 2, അതായത് 72 by 2, ദാറ്റ് ഈസ് 36. 31 + 40 അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2, ഇങ്ങനെ എല്ലാം 36 ആണ് വരുന്നത്. പിന്നെ 42 + 52 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 94 by 2, ദാറ്റ് ഈസ് 47. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് മിഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ബൗണ്ടറി, ക്ലാസ് ബൗണ്ടറീസ് ആണ്. ക്ലാസ് ബൗണ്ടറീസ് ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റിജർ ക്ലാസ്സുകളാകുമ്പോൾ 0.5 കിഴിച്ച് കിട്ടുന്നതാണ് ക്ലാസ് ബൗണ്ടറി ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ബൗണ്ടറി എന്താ വരുന്നത്? ലോവർ ക്ലാസ് ബൗണ്ടറി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അപ്പർ ക്ലാസ് ബൗണ്ടറി ഇല്ല. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 20 ആണ് ഇവിടെ ഉള്ളത്, അപ്പോൾ 19.5. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 30 ആണ് ഇവിടെ ഉള്ളത്, 30.5. തൊട്ട് മുന്നേ എന്നപ്പോൾ ഈ 31 നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് 30.5. ഇത് വരുന്നത് 42ൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് 41.5. 53 ഈ ക്ലാസ്സിൻ്റെ ആണെങ്കിലോ 53 തൊട്ടിപ്പുറത്തുള്ളത് 52.5. ഇതേപോലെ തന്നെ അപ്പർ ക്ലാസ് ബൗണ്ടറിയും പറയാം. ഏതെങ്കിലും ഒന്നേ ആവശ്യമുള്ളൂ നമുക്ക്. ക്ലാസ് ബൗണ്ടറീസ് ലോവർ ക്ലാസ് ബൗണ്ടറി ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ആണെങ്കിൽ 64 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിറകെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 63.5. ലോവർ ക്ലാസ് ലിമിറ്റ് അല്ല, ലോവർ ക്ലാസ് ബൗണ്ടറി 63.5. ഇവിടെ 74.5. ഇവിടെ 86-ലാണെങ്കിൽ 85.5. ഓക്കെ, 75യുടെ ഈ ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 74.5. അങ്ങനെ എല്ലാം അതാണ് ഇവിടെ ബൗണ്ടറീസ് എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് ചെറിയ കാര്യം കൂടെ പറയാം. വിഡ്ത്ത് എന്താണ്? വിഡ്ത്തിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് of the consecutive classes, difference between അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ക്ലാസ്സസ്. രണ്ട് അടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളിലെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കൂ, 31 and 20 ഇതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് ക്ലാസ്സുകൾ. അതിൻ്റെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 31 - 20, ദാറ്റ് ഈസ് 11. അപ്പോൾ ക്ലാസ് വിഡ്ത്ത് ഈസ് 11. 42 - 31 അതും 11 തന്നെയാണ്. ഇപ്പോൾ വിഡ്ത്ത് 11 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഡാറ്റ എൻട്രീസ്. മാക്സിമം വാല്യൂ ഇവിടെ എത്രയാണ്? ഡാറ്റ എൻട്രിയുടെ മാക്സിമം വാല്യൂ 96 ആണ്, മിനിമം വാല്യൂ 20 ആണ്. 96 - 20 is 76. ഡെഫിനിഷൻ പ്രകാരം 76 ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എഴുതാം, മാർക്ക് കിട്ടുമെന്ന് എനിക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കുറച്ചിട്ടാണ് ടെക്സ്റ്റിൽ ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 96 ആകുമ്പോൾ 95 - 20 ആണ് എടുക്കുക, 75. ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റായി തോന്നുന്നത് നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും സ്വീകാര്യമായിരിക്കണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഇതുവരെയുള്ള ടേംസ് എല്ലാം തന്നെ ഇവിടെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ വേണ്ടി ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ. ബിലോ ടേബിൾ ഇല്ലസ്ട്രേറ്റ് ആൾ ദ സ്റ്റഡി ടെർമിനോളജീസ്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം പറയാം. ഫ്രീക്വൻസി ഈസ് 188, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 188. ഞാൻ ചെറുതായിട്ടൊന്ന് ഓർഡർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി റിലേറ്റീവ് ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 188 ആണ്. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ 188 + 372 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് 560. മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 824. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് 1220 വരെയാണ് ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതാണ് ക്ലാസ്സുകൾ. ഞാൻ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? F/n ആണ്. F/n. അപ്പോൾ ഇവിടെ n എത്രയാണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അവസാനത്തെ സംഖ്യയായിരിക്കും ടോട്ടൽ ഫ്രീക്വൻസി, n എന്ന് പറയുന്നത്. അപ്പോൾ 1220 ആണ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി, ഈ ക്ലാസ്സിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 188/1220, ദാറ്റ് ഈസ് 0.15. 188/1220, ദാറ്റ് ഈസ് 0.15 അല്ലെങ്കിൽ 15%. ഈ ക്ലാസ്സിൻ്റെ എന്ന് പറയുമ്പോൾ
372 divided by 1220. Cumulative frequency എടുക്കരുത്, എഫ് എടുക്കാവൂ. 372 divided by 1220. 372 divided by total frequency 1220. അത് 0.30 ആണ്, അതായത് 30% ആണ്. അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് നോക്കാവുന്നതാണ്. ഇനി മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. 0 + 9 divided by 2, that is 4.5. 0 + 9 divided by 2, 4.5 is a mid point. മിഡ് പോയിന്റ് ഒന്നിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലാസ് വിഡ്ത്ത് അറിഞ്ഞാൽ മതി. ക്ലാസ് വിഡ്ത്ത് എന്താ ഇവിടെ വരുന്നത്? ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 - 0. അടുത്തടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 10 - 0, ദാറ്റ് ഈസ് 10. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് 4.5 ആണെങ്കിൽ അടുത്തതിൻ്റെ 14.5 ആയിരിക്കും, അടുത്തതിൻ്റെ 24.5 ആയിരിക്കും, 34.5. ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 10 ആഡ് ചെയ്ത് പോയാൽ മതി. 4.5, 14.5, 24.5, അങ്ങനെ 64.5 വരെ വന്നിട്ടുണ്ട്. Now ക്ലാസ് ബൗണ്ടറി ആണ്. ഇവിടെ ക്ലാസ് ബൗണ്ടറി ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുന്നില്ല, നെഗറ്റീവ് സംഖ്യ നമ്മൾ ഒഴിവാക്കുകയാണ്, 0 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇവിടുത്തെ ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി is taken as 0 itself. ഇതിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 9 പിന്നെ 10, അപ്പോൾ 9.5 ആണ് ഇതിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി, ഈ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി. അടുത്തതിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 20 and 29, 20 to 29 ആണ്, അപ്പോൾ 19.5. അപ്പോൾ 19.5 ഉണ്ട്. ക്ലാസ് വിഡ്ത്ത് 10 ആണ്, അപ്പോൾ 9.5, 19.5, അടുത്ത ക്ലാസ്സിൻ്റെ 29.5 ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് അല്ല സെക്കൻഡ് ഒന്ന് കണ്ടുപിടിച്ചാൽ അങ്ങ് ആഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 19.5, 29.5, 39.5, 49.5 and 59.5. അതാണ് നമ്മുടെ ലോവർ ക്ലാസ് ബൗണ്ടറീസ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, റേഞ്ച് എന്ന് പറയുന്ന സാധനം എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഡാറ്റ എൻട്രി. അതായത് ഹയസ്റ്റ് 69 ആണ്, ലോവസ്റ്റ് 0 ആണ്. 69 - 0 = 69. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള വളരെ എളുപ്പമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ടെർമിനോളജിയും 2-3 എക്സാമ്പിളുകളും. ഇതൊന്ന് സൂം ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, പിന്നീട് റെഫറൻസ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി, ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ.